everyone, welcome to another episode. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് എന്നുള്ള ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ MTSയുടെ എക്സാം അടുത്തു അല്ലേ? അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് അറിയാം. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ്. അപ്പോൾ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് എന്നുള്ള ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് കുറച്ച് റൂൾസ് ഒക്കെ നമുക്ക് അറിയണം. ഒന്ന് പ്രോഡക്റ്റ് റൂൾ. പ്രോഡക്റ്റ് റൂൾ എന്നുള്ള പേരൊന്നും പഠിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് അറിയേണ്ട കാര്യം സെയിം ബേസ് ഉള്ള രണ്ട് എക്സ്പോണൻസ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കും. ഓക്കെ, നമ്മളിത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സെയിം ബേസ് അതുപോലെ തന്നെ എഴുതും, എക്സ്പോണൻസ് തമ്മിൽ ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ 3^2 ഇൻറ്റു 3^5 ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? 3^2 + 5 ദാറ്റ് ഈസ് 7. ഓക്കെ, ഇതുപോലെ തന്നെ കോഷ്യന്റ് റൂൾ ഉണ്ട്, ദാറ്റ് ഈസ് ഡിവിഷൻ. a⁻m ഡിവൈഡഡ് ബൈ a⁻n ആണെങ്കിൽ നമ്മൾ എന്താ എഴുതുക? a⁻m - n. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. 3^5 ഡിവൈഡഡ് ബൈ 3^3 ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 3^5 - 3 ദാറ്റ് ഈസ് 3^2. ഓക്കെ, ഇനി മറ്റൊരു കാര്യം നെഗറ്റീവ് എക്സ്പോണൻസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. നെഗറ്റീവ് എക്സ്പോണൻസ് എന്ന് പറഞ്ഞാൽ 3^-3 അല്ലെങ്കിൽ 2^-4 ഇങ്ങനെയൊക്കെ വരുന്ന ഈ നെഗറ്റീവ് എക്സ്പോണൻസ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3^-3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/3^3 ആണ്. അതുപോലെ 2^-4 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1/2^4 ആണ്. തിരിച്ചു വന്നാലും ശ്രദ്ധിക്കുക, 2^-3 ആണെങ്കിൽ we can write it as 1/2^-3 ആണെങ്കിൽ we can write it as 2^3. സോ നെഗറ്റീവ് എക്സ്പോണൻസ് വന്നാൽ ന്യൂമറേറ്ററിലുള്ളത് ഡിനോമിനേറ്ററിൽ പോവും, അതുപോലെ ഡിനോമിനേറ്ററിലുള്ളത് ന്യൂമറേറ്ററിലും വരും. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. പിന്നെ ഒരെണ്ണം കൂടിയുണ്ട്, പവർ റൂൾ. ദാറ്റ് ഈസ് a⁻m അതിൻ്റെ പവർ n ആണെങ്കിൽ നമുക്ക് എക്സ്പോണൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യേണ്ടത്, ദാറ്റ് ഈസ് m ഇൻറ്റു n. ഫോർ എക്സാമ്പിൾ 2^3 ഇൻറ്റു 4 ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? 2^3 ഇൻറ്റു 4, 4 ഇൻറ്റു 3 എത്രയാണ്? 12 ആണ് അല്ലേ? സോ 2^12 എന്നായിരിക്കും എഴുതാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വൃത്തിക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ ശ്രദ്ധിച്ച് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 9 ഇൻറ്റു 3^n = 3^6. ദെൻ n is. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എക്സ്പോണൻസ് ബേസ് സെയിം ആക്കുക എന്നുള്ളതാണ്. ഇവിടെ നോക്കിയാൽ ഇതിൻ്റെ ബേസ് 3 ആണ്, ഇതിൻ്റെ ബേസ് 3 ആണ്, പക്ഷെ ഇതിൻ്റെ എന്താണ്? 3 അല്ല. അപ്പം 9 നമുക്ക് 3 ബേസ് വരുന്ന രീതിയിൽ എഴുതാൻ പറ്റുമോ എന്ന് നോക്കാം. 9 can be written as 3 ഇൻറ്റു 3 ദാറ്റ് ഈസ് 3². ഓക്കെ, അപ്പം 9 നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും അല്ലേ? അപ്പം നമുക്ക് അങ്ങനെ എഴുതാം അല്ലേ? 9 ഇൻറ്റു 3^n = 3^6. ഓക്കെ, സോ 9 എങ്ങനെ എഴുതാം? 3² ഇൻറ്റു 3^n = 3^6. ഈ എക്സ്പോണൻസ് തമ്മിൽ ആഡ് ചെയ്യാം അല്ലേ? സോ 3^2 + n = 3^6. അപ്പോൾ ഇവിടെ ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നോക്കിയാൽ അറിയാൻ പറ്റും ബേസ് 3 ആണ്, എക്സ്പോണൻറ്റും സെയിം ആയിരിക്കണം, എന്നാലാണ് അത് ഈക്വൽ ആവുക അല്ലേ? സോ നമുക്ക് എക്സ്പോണൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. 2 + n എന്ന് പറയുന്നത് 6 ആയിരിക്കും. സോ n is 6 - 2 which is 4. അപ്പം n എന്ന് പറയുന്നത് 4 ആണ്, which is ഓപ്ഷൻ A. ക്ലിയർ അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following numbers is in സ്റ്റാൻഡേർഡ് ഫോം? അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കുക, ഇവിടെ ഒരു നമ്പർ 10⁻⁻ സംതിങ് എന്ന രീതിയിൽ എഴുതുന്നതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയാം. അവിടെ ഈ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1-ൻ്റെയും 10-ൻ്റെയും ഇടയിലായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു, 1-ൻ്റെയും 10-ൻ്റെയും ഇടയിൽ, ലെസ് ദാൻ 10 ബട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ എ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, ഓപ്ഷൻ ബിയും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, വെറാസ് ഓപ്ഷൻ സി ആണ് 2.156 which is between 1 and 10. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് ഫോമിലുള്ളത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ക്ലിയർ അല്ലേ? സോ 2 is between
1 and 2.156 is between this 1 and 10. So this is in standard form. Clear alay? Next question. The next question comes with a negative exponent. അപ്പോൾ നമ്മൾ പറഞ്ഞു നെഗറ്റീവ് എക്സ്പോണന്റ് വരുമ്പോൾ എന്താ ചെയ്യാന്നുള്ളത് അല്ലേ? ഫോർ എക്സാമ്പിൾ 3 raised to -3 ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 1/3 raised to 3 എന്ന് എഴുതും. അല്ലെങ്കിൽ 4 raised to -3 ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 1/4 raised to 3 എന്ന് എഴുതും. ഇനി 1/4 raised to -3 ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 4 raised to 3 എന്ന് എഴുതും. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? സോ അതിവിടെ ജസ്റ്റ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ഫസ്റ്റ് കേസിൽ -3/4 whole raised to -3. Okay, that is -3 whole raised to 3 divided by 4 whole raised, sorry, നെഗറ്റീവ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ന്യൂമറേറ്ററിലുള്ളതിനെ ഡിനോമിനേറ്ററിലേക്കും ഡിനോമിനേറ്ററിലുള്ളതിനെ ന്യൂമറേറ്ററിലേക്കും മാറ്റാം അല്ലേ? നെഗറ്റീവ് എക്സ്പോണൻസ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. So this becomes 4 raised to 3 divided by -3 raised to 3. 4 raised to 3 എന്ന് പറഞ്ഞാൽ എത്രയാ? 4 into 4 into 4 അല്ലേ? 4 into 4 16, 6 into 4 64 divided by -3 into -3 into -3. 3 into 3 9, 9 to 27 ആണ്. പക്ഷെ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ന് പറയുമ്പോൾ വീണ്ടും നെഗറ്റീവ് ആണ് വരിക. Right? So 64 divided by -27 അല്ലെങ്കിൽ -64 by 27. Option D is the answer. Clear അല്ലേ? So നെഗറ്റീവ് നമ്മൾ ന്യൂമറേറ്ററിൽ ഇട്ടാലും ഡിനോമിനേറ്ററിൽ ഇട്ടാലും the whole number is negative. Okay, നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എഴുതുന്നത് ഇങ്ങനെയാണ്. Okay, നെക്സ്റ്റ് വൺ അഗെയിൻ നെഗറ്റീവ് എക്സ്പോണൻസിന്റെ ക്വസ്റ്റൻ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നെഗറ്റീവ് എക്സ്പോണൻസ് ബേസ്ഡ് ആയിട്ടാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. സോ നെഗറ്റീവ് എക്സ്പോണൻസ് എന്താണ്, എങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സോ 1/2 ഹോൾ റേസ് ടു -2 ആണ്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 2/1 ഹോൾ റേസ് ടു 2 എന്ന് എഴുതാം. അതുപോലെ 1/3 ഹോൾ റേസ് ടു -2നെ 3/1 ഹോൾ റേസ് ടു 2 എന്ന് എഴുതാം. 1/4 ഹോൾ റേസ് ടു -2നെ 4/1 ഹോൾ റേസ് ടു 2 എന്ന് എഴുതാം. 2/1 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ 2 സ്ക്വയർ. 3/1 എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ 3 സ്ക്വയർ. 4/1 എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ 4 സ്ക്വയർ. റൈറ്റ്? 2 സ്ക്വയർ എത്രയാണ്? 4 ആണ്. 3 സ്ക്വയർ 9 ആണ്. 4 സ്ക്വയർ 16 ആണ്. 16 plus 9 25. 25 plus 4 29. So the answer is option B. Clear അല്ലേ? Yes. So നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അഗെയിൻ നെഗറ്റീവ് എക്സ്പോണൻസിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ 6 raised to -1 ഉണ്ട്, 8 raised to -1 ഉണ്ട്. ഈ ഒരു വാല്യൂ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അതിന് -1 അതാണ് എക്സ്പോണന്റ് വന്നിട്ടുള്ളത്. റൈറ്റ്? റേസ് ടു -1. നമുക്ക് ആദ്യം 6 raised to -1 എന്താണെന്ന് എഴുതാം. ദാറ്റ് ഈസ് 1/6 ആണ്. 8 raised to -1 എന്താണ്? 1/8 ആണ്. ഓക്കെ, ഇനി 1/6 മൈനസ് 1/8 എന്താണെന്ന് നോക്കാം അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാ വരിക? നമുക്ക് ഇപ്പുറത്ത് എഴുതാം അല്ലേ? 1/6 മൈനസ് 1/8. സോ ഇതിന് LCM എന്ന് പറഞ്ഞാൽ 48 ആണ് വരിക. 8 into 6 ആണ് അല്ലേ? നമുക്കിത് ഇവിടെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഡിനോമിനേറ്റർ സെയിം ആയി അല്ലേ? ഡിനോമിനേറ്റർ എന്താവും? 8 into 6 48 മൈനസ് 6/48 എന്നായിട്ട് മാറും. വിച്ച് ഇസ് 8 minus 6 2 ആണ്. സോ 2/48 which is equal to 1/24. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റൻ എന്താണ്? 6 raised to -1 മൈനസ് 8 raised to -1 ഹോൾ raised to -1 എന്നാണ് ക്വസ്റ്റൻ അല്ലേ? അതായത് ഈ ബ്രാക്കറ്റിനകത്തുള്ള വാല്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടെത്തിയത് 1/24 എന്ന്. സോ 1/24 whole raised to -1 എന്ന് എഴുതണം. Or we can write it as 24/1 whole raised to 1 എന്ന് എഴുതാം, which is 24. Yes, so the answer is 24, which is option D. Clear ആണോ? Yes. So let's move on to the next question. Yes, again
ഇവിടെ ഒരു പ്രോഡക്റ്റ് റൂളാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. ഇവിടെ ബേസ് ആയിട്ട് വന്നിട്ടുള്ളത് 5/3 ആണ്. ഓക്കെ, സോ 5/3 ആണ് എല്ലാത്തിലും ബേസ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം അല്ലേ. 5/3 in whole raised to -5 into 5/3 whole raised to 11 is equal to 5/3 whole raised to 8x. ഓക്കെ, ഇവിടെ എന്താ ചെയ്യേണ്ടത്? എക്സ്പൊണൻസ് തമ്മിൽ ആഡ് ചെയ്യാം. 5/3 അതുപോലെ തന്നെ ഇട്ടു, എക്സ്പൊണൻസ് തമ്മിൽ ആഡ് ചെയ്യാം, which is equal to 5/3 whole raised to 8x. സോ ഇവിടെ ബേസ് സെയിം ആയതുകൊണ്ട് എക്സ്പൊണൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യണം. ഈ എക്സ്പൊണൻസ് ഷുഡ് ബി ഈക്വൽ ടു ദിസ് വൺ. 11 minus 5 എന്ന് പറഞ്ഞാൽ എത്രയാ? ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 8x ആയിരിക്കണം. സോ -5 plus 11 should be equal to 8x. Right? അതായത് 6 equal to 8x. So x equal to 6/8 which is 3/4. x എന്ന് പറയുന്നത് 3/4 ആണ്, which is option C. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അഗെയിൻ നെക്സ്റ്റ് നെഗറ്റീവ് എക്സ്പോണൻസ് ആണല്ലോ. സോ 1/3 ഹോൾ റേസ് ടു -3 എന്തായിരിക്കും? ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തേ. വാട്ട് ഈസ് 1/3 ഹോൾ റേസ് ടു -3? 1/3 ഹോൾ റേസ് ടു -3 എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. സോ 3 എന്ന് വരും. 3 റേസ് ടു 3 ആയിരിക്കും, which is 3 റേസ് ടു 3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 3 into 3 9, 9 3 27. 1/2 ഹോൾ റേസ് ടു -3 എന്തായിരിക്കും? ഇറ്റ് ഈസ് 2 റേസ് ടു 3 ആയിരിക്കും, which is 8. So what is 27 minus 9? 27 minus 8 എന്നാണ് ഇവിടെ ചോദ്യം. 27 minus 8 എന്ന് പറയുമ്പോൾ it is 19, which is option A. ഓക്കെ ആണോ? നെക്സ്റ്റ്, ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ കോൺസെപ്റ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മളത് ഓരോന്നും 1 by 1 ആയിട്ട് നമുക്ക് ഡീൽ ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് 9 raised to n എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ 3 raised to n എന്നും ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്കിവിടെ 9നെ എങ്ങനെ എഴുതാം? 3 into 3 എന്ന് എഴുതാം അല്ലേ. 9 3 into 3 എന്ന് എഴുതാം, അല്ലെങ്കിൽ 3 സ്ക്വയർ എന്ന് എഴുതാം. സോ വാട്ട് ഈസ് 9 raised to n? 9 raised to n എന്ന് പറയുമ്പോൾ 3 raised to 2 whole raised to n ആണ്. അതായത് 3 raised to 2n ആണ് വരിക. 3 raised to 2n. ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ 27 raised to n എന്നുണ്ട്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 27 എന്ന് പറഞ്ഞാൽ 3 raised to 3 ആണ്, whole raised to n. ദാറ്റ് ഈസ് 3 raised to 3n എന്ന് എഴുതാം. 27നെ 3 raised to 3n എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ നമുക്ക് ആദ്യം ഇതൊന്ന് എഴുതാം അല്ലേ. ഇതൊന്ന് എഴുതാം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? 9 raised to n, 9 raised to n into 3 square into 3 raised to n minus 27 raised to n divided by 3 raised to 3 into 5 minus 2 raised to 3 is equal to 1 by 27. 27നെ നമുക്ക് 3 raised to 3 എന്ന് എഴുതാം. റൈറ്റ്, 1 by 27 അല്ലെങ്കിൽ 27 എന്ന് തന്നെ ഞാൻ എഴുതുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ 9 ഞാൻ എന്താ എഴുതാൻ പോകുന്നത്? 3 raised to 2n into 3 raised to 2 into 3 raised to n minus 27നെ 3 raised to 3n എന്ന് എഴുതുന്നുണ്ട്, ഡിവൈഡഡ് ബൈ 3 raised to, ഇവിടെ മൈനസ് അല്ല കേട്ടോ, ഇൻറ്റു ആണ്. 3 raised to 3 whole raised to 5 ആണ്. സോ വിച്ച് ഇസ് 3 raised to 15 into 8. 2 raised to 3 എന്ന് പറഞ്ഞാൽ 8 ആണ്. ഈക്വൽ ടു 1 by 27നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 by 3 raised to 3 എന്ന് എഴുതാം, which is 3 raised to -3 ആണ്. ഇവിടെ 3 raised to -3 എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഞാൻ ഈ 3 raised to 2nനെയും ഇതിനെയും ആഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. അതായത് 3 raised to 2n into n എന്ന് പറയുമ്പോൾ 3 raised to 2n plus n എന്ന് വരും അല്ലേ. 3 raised to 3n എന്നായിട്ട് മാറും, ഇൻറ്റു 3 സ്ക്വയർ. 3 സ്ക്വയറിനെ ഞാൻ 9 എന്ന് എഴുതിക്കോട്ടെ. 9 മൈനസ്
3 raised to 3n divided by 3 raised to 15 into 8 is equal to 3 raised to minus 3. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെയും 3 raised to 3n ഉണ്ട്, ഇവിടെയും 3 raised to 3n ഉണ്ട്. സോ ഞാനത് പുറത്തേക്ക് എടുക്കുകയാണ് കേട്ടോ. സോ 3 raised to 3n ബ്രാക്കറ്റിൽ എന്ത് വരും? 9 ആണുള്ളത് അല്ലേ? സോ 9 minus 1 divided by 3 raised to 15 into 8 is equal to 3 raised to minus. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, 9 minus 1 എന്താണ്? 8 ആണ്. സോ ഞാൻ ജസ്റ്റ് 8 എന്ന് എഴുതാൻ പോവാണ് കേട്ടോ. 9 minus 1ന് 8 എന്ന് എഴുതാൻ പോവാണ്. 8 ക്യാൻസൽ ചെയ്തു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം 3യുടെ പവേഴ്സ് ആണ് അല്ലേ? 3യുടെ പവേഴ്സ് ആണ്. സോ നമുക്ക് ഈസി ആയിട്ട് കൂട്ടും ഉപയോഗിച്ചിട്ട് നമുക്കിത് ചെയ്യാം. So 3 raised to 3n minus 15 is equal to 3 raised to minus 3 എന്ന് എഴുതാം. So that is exponents തമ്മിൽ equate ചെയ്യാം. So 3n minus 15 is equal to minus 3. So that is 3n is equal to minus 3 plus 15, which is 15 minus 3 എന്ന് പറയുമ്പോൾ 12 അല്ലേ? So 3n is equal to 12 ആണ്. n equal to 12 divided by 3, which is 4 ആണ്. n equal to 4 ആണ് നമുക്ക് ആൻസർ വരിക. So which is option C. Okay അല്ലേ? സോ ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നെഗറ്റീവ് എക്സ്പെറൻസ് ബേസ് ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ് എവറി വൺ. ബൈ.